ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വായുടെ കർക്കിടക രാശി സ്ഥിതിയെ കുറിച്ചാണ്. അത് 2025 ഏപ്രിൽ മാസം 3-ാം തീയതി മുതൽ ജൂൺ മാസം 7-ാം തീയതി വരെ 65 ദിവസങ്ങൾ കർക്കിടകം രാശിയിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും ധന ആഗമന യോഗത്തെക്കുറിച്ചുമൊക്കെ രാശിയുടെ മറ്റ് ഗ്രഹങ്ങളുടെ ഒക്കെ സ്ഥിതി അനുസരിച്ച് ആണ് വിചിന്തനം ചെയ്യുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. ഏത് കാര്യമായാലും, തൊഴിൽ തടസ്സമായാലും, സാമ്പത്തിക ക്ലേശമായാലും, വിവാഹ കാര്യമായാലും, മറ്റ് വീട് വാങ്ങുന്ന കാര്യമോ വാഹന കാര്യമോ ഒക്കെ അറിയുന്നതിന്, ജാതകം നോക്കുന്നതിനും നേരിട്ട് വരുന്നതിനും ഒക്കെ അവസരമുണ്ട്. ജ്യോതിഷ കാര്യങ്ങളിൽ ഈ ചിങ്ങം രാശിക്കാർക്ക് പൊതുവെ ഐശ്വര്യം വന്നു ചേരുവാൻ ഉള്ള കാലമാണ്. പ്രത്യേകിച്ച് ചിങ്ങം രാശിക്കാർക്ക് 4-9 ഭാവാധിപത്യം കൊണ്ട് കേന്ദ്ര ത്രികോണാധിപത്യമുള്ള ആ ചൊവ്വ അത് തൻ്റെ നീചരാശി എന്ന് പറയുമ്പോൾ ഏറ്റവും ബലം കുറഞ്ഞിരിക്കുന്ന രാശിയാണ്. എങ്കിലും പല കാരണങ്ങളാലും ഈ ചൊവ്വ നീചഭംഗം ചെയ്യുന്നുണ്ട്. അത് ഈ 65 ദിവസത്തിനുള്ളിൽ ഏതാനും ദിവസങ്ങൾ അടുപ്പിച്ചും എന്നാൽ ചില ആഴ്ചകളിലും ഇടവിട്ട് നീചഭംഗം രാജയോഗം പ്രദാനം ചെയ്യുന്നുണ്ട് ഈ ചിങ്ങം രാശിക്കാർ. നേരത്തെ തന്നെ പറഞ്ഞല്ലോ, രാജയോഗം, നീചഭംഗ രാജയോഗം കൂടാതെ കേന്ദ്ര ആധിപത്യവും ത്രികോണ ആധിപത്യവുമുള്ള ഈ ചൊവ്വ കർക്കിടകം രാശിക്കാർക്ക് എല്ലാ കാലത്തും രാജയോഗപ്രദനാണ്. അങ്ങനെയുള്ള ചൊവ്വ കർക്കിടകം രാശിയിൽ നിന്നുകൊണ്ട് അവിടെ കർക്കിടകം രാശിക്ക് ഈ ചിങ്ങം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റുന്ന ഒരു രാശിയാണ്. അതായത് ദുഃഖ ദുരിത ഭാവത്തിൽ ആണല്ലോ നിൽക്കുന്നത്. അങ്ങനെ നിന്നുകൊണ്ട് പ്രദാനം ചെയ്യുന്നത് എല്ലാ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും, കഷ്ടതകൾ ഉണ്ടെങ്കിലും, നഷ്ടങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഒക്കെ മറികടന്ന് നല്ല രീതിയിൽ വിജയിക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ആ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ചിങ്ങൻ രാശിയുടെ 3-ാം ഭാവമായ തുലാം രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിക്കും. കൂടാതെ കലാകാരന്മാരായിരിക്കുന്നവർക്കും അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളും വിജയങ്ങളും വന്നു ചേരും. കായിക രംഗത്തും അപ്രകാരം തന്നെയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓരോ വ്യക്തികളുടെയും കഴിവുകേട് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ പരാജയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചില തീരുമാനമെടുക്കേണ്ട സന്ദർഭങ്ങൾ വരുന്ന അവസരങ്ങളിൽ ഈ ചൊവ്വ അതിന് ഉപകരിക്കും. ഉത്തമമായ രീതിയിൽ അത് തീരുമാനമെടുക്കുവാനും ആ തീരുമാനം പ്രവർത്തിച്ച് വിജയത്തിലെത്തിക്കുവാനും ഈ നീചഭംഗ രാജയോഗമുള്ള ഈ ചൊവ്വ ഈ 65 ദിവസത്തിനുള്ളിൽ ഈ ചിങ്ങം രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അത് ദൈവാധീനമുള്ള സമയവും കൂടിയാണ്. വ്യാഴം മാറിയാലും അത് 11-ാം ഇടത്തേക്ക് മാറുന്നു. അത് വളരെ നേട്ടങ്ങൾ ഈ ചിങ്ങം രാശിക്കാർക്ക് കൊണ്ടെത്തരും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഭാവമാണ് നഷ്ടഭാവം. ഏതെങ്കിലും തരത്തിൽ ധനം കടം കൊടുത്തിട്ട് കിട്ടാതെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ അത് വീടി കിട്ടുന്നതിനും കൊടുത്ത ധനം തിരികെ കിട്ടുന്നതിനും നിയമപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതിനുമൊക്കെ യോഗമുണ്ട്. നിരപരാധിത്വം തെളിയിച്ച് കേസിൽ നിന്നൊക്കെ വിടുതൽ കിട്ടുവാൻ സമയമാണ്. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ, ഊഹാപോഹ കച്ചവടങ്ങൾ, ബ്രോക്കറിങ്, അതുപോലെ മറ്റ് ഭൂമി സംബന്ധമായ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവര്, വാഹന സംബന്ധമായ കാര്യങ്ങൾ, തൊഴില്, ഗൃഹസംബന്ധമായ തൊഴിലുകൾ, അതായത് ഗൃഹം നിർമ്മിക്കുക,
നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനവധി ആൾക്കാരുണ്ട്. കെട്ടിടം പണിക്കാര്, വലിയ വലിയ ബിൽഡിങ്ങുകളാണെങ്കിലും ചെറിയ ചെറിയ കെട്ടിടങ്ങളായാലും ഒക്കെ നിർമ്മിക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. വസ്ത്ര നിർമ്മാണവും അതിന്റെ വിപണനവും ഒക്കെയായി ബന്ധപ്പെട്ടവർക്കും അഭിവൃദ്ധികൾ വന്നു ചേരും. അതുപോലെ ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമാണ്. രാജയോഗകാരകനായിരിക്കുന്ന ആ ചൊവ്വയാണ് ദാമ്പത്യ ഭാവത്തിലേക്ക് ചിങ്ങം രാശിക്കാർക്ക് പൂർണ്ണമായ ദൃഷ്ടി ചെയ്യുക. പൂർണ്ണ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ സ്ഥിതി പോലെ തന്നെ അനുഗ്രഹപ്രദമാണ്. ഇതുവരെ വിവാഹം നടക്കാത്ത, ഏജ് ഓവറായിട്ട് നിൽക്കുന്ന, പ്രത്യേകിച്ച് ചിങ്ങൻ രാശിക്കാർക്ക് ദാമ്പത്യ ഭാവത്തിൽ 2.5 കൊല്ലമായിട്ട് കണ്ടകശനി സപ്തമ ഭാവമായ ദാമ്പത്യ ഭാവത്തിലാണ് നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ വിവാഹം വന്നു കഴിഞ്ഞാൽ നടക്കാതെ വരിക, ശനി ദോഷമുണ്ട് എന്നൊക്കെ പറയാം. അങ്ങനെ ഉള്ള ആ ശനി സപ്തമ ഭാവത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. അപ്പോൾ ഈ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നു. ഭാഗ്യാധിപനും രാജയോഗകാരകനുമായ ചൊവ്വ സപ്തമ ഭാവത്തിലേക്ക്, ദാമ്പത്യ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നതിനാൽ മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് നടക്കുന്നതിനൊക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെയാണ് തൊഴിൽ പുരോഗതികൾ വന്നു ചേരും. സ്വന്തം നാട് വിട്ട് ഉള്ള തൊഴിൽ പുരോഗതികളാണ് കൂടുതലും വന്നു ചേരുവാൻ യോഗമുള്ളത്. സ്വന്തം നാട് വിട്ട് ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ചെറിയ വരുമാനത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും അവർക്ക് ഒരു തൊഴിൽ മാറ്റത്തിന് വേണ്ടി പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ തൊഴിൽ പ്രൊമോഷൻ കിട്ടുക, ശമ്പള വർധനവ് കിട്ടുക, അനുകൂലമായ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്ക് വിജയിക്കാനാവും. അത് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നിച്ച് പ്രായമായ മാതാപിതാക്കൾക്കായാലും കൊച്ചു കുട്ടികൾക്കൊക്കെ ആയാലും ഒക്കെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കൾക്ക് അവരുടെ മക്കളോടൊക്കെ ഒത്ത് സന്തോഷകരമായ കുറെ ദിവസങ്ങൾ കടന്നു പോകുവാനും സന്തോഷിക്കുവാനും ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഉത്തമമായ രീതിയിൽ നല്ല ഒന്നിച്ചിരുന്ന് എല്ലാവർക്കും കൂടി സന്തോഷകരമായി ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുന്നതിനും ഒക്കെ എല്ലാ തരത്തിലുമുള്ള ഭാഗ്യാവസ്ഥകളാണ് കാണുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ദേഷ്യം ഒഴിവാക്കുക. അതുപോലെ തന്നെയാണ് കർത്തവ്യമകലം വിത്തം വാണി ചക്ഷുഷ ദക്ഷിണം. രണ്ടാമിടത്ത് കേതു സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് വാക്കിലെ പിഴവുകൾ ഉണ്ടാകാതെയും ദേഷ്യം ഒഴിവാക്കുകയും ഒക്കെ വേണം. ഏതെങ്കിലും തരത്തിൽ ഒരു ധന ആഗമന യോഗം അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്നതിനും ഈ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് സൂചകമാണ്. ധനസ്ഥാനാധിപൻ ഇഷ്ടഭാവത്തിലേക്കൊക്കെ മാറുന്നു. കൂടാതെ രാശ്യാധിപൻ തന്റെ ഉച്ചരാശിയിലേക്ക് വരികയാണ്. ചിങ്ങം രാശിയുടെ അധിപനായിരിക്കുന്ന ആദിത്യൻ മേടമാസം 1-ാം തീയതി മുതൽ ഉച്ചരാശിയായ മേടൻ രാശിയിലേക്ക് വരുമ്പോൾ സർവവിധ ഐശ്വര്യങ്ങളും തൊഴിൽ നേട്ടങ്ങളും പ്രമോഷനുകളും സാമ്പത്തിക അഭിവൃദ്ധികളും മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു ശക്തിയൊക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട്. അതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട വഴിപാട് മഹാദേവന് ജലധാര പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ശിവപാർവതി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്. നാഗരാജ പ്രീതികരമായ കാര്യങ്ങളും അനിവാര്യമാണ്. തൊട്ടടുത്തുള്ള സർപ്പക്കാവിൽ പോയി ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ അനുകൂലമാണ്. എല്ലാവർക്കും ഐശ്വര്യസമ്പൂർണവും സമ്പൽ സമൃദ്ധവുമായ വിഷു ആശംസകൾ. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.